സാധാരണ രീതിയിൽ മുല്ലപ്പെരിയാർ ഡാം തുറക്കുമ്പോൾ അവിടെ നിന്നും വെള്ളം ഇടുക്കി ഡാമിലേക്ക് എത്താൻ ഏകദേശം 1.5 മണിക്കൂറോളം സമയമെടുക്കും. എന്നാൽ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ വെറും 40 മിനിറ്റിനുള്ളിൽ മുല്ലപ്പെരിയാറിൽ നിന്നും ഇടുക്കി ഡാമിലേക്ക് വെള്ളം കുതിച്ചെത്തും. ആ ഒഴുക്കിൽ തന്നെ മുല്ലപ്പെരിയാറിനും ഇടുക്കി ഡാമിനും ഇടയിൽ പെരിയാർ തീരത്ത് താമസിക്കുന്ന 10,000-കണക്കിന് ജനങ്ങളുടെ ജീവനും സമ്പത്തും വെള്ളം നിർദ്ധയമായി കവർന്നിട്ടുണ്ടാകും. മുല്ലപ്പെരിയാർ തകർന്ന ഇടുക്കി ഡാമിലേക്ക് അങ്ങനെ വെള്ളം എത്തിയാൽ എന്ത് സംഭവിക്കും? ഏറ്റവും മോശമായ സാഹചര്യം തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം. 70 TMC ഫീറ്റ് പൂർണ്ണ സംഭരണ ശേഷിയുള്ള ഇടുക്കി ഡാം കനേഡിയൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ആർച്ച് ഡാമാണ്. ഇടുക്കി ഡാം പൂർണ്ണ സംഭരണ ശേഷിയിൽ നിൽക്കെയാണ് മുല്ലപ്പെരിയാറിൽ നിന്നും ഡാം തകർന്ന് വെള്ളം ഒഴുകിയെത്തുന്നതെന്ന് നമുക്ക് കരുതാം. അപ്പോൾ ഇടുക്കി ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന 10.56 TMC ജലം താങ്ങുവാൻ ഇടുക്കി ഡാമിന് കഴിയുമോ? ചിലപ്പോൾ കഴിഞ്ഞേക്കാം. പക്ഷെ ഇടുക്കി ഡാമിന്റെ ഷട്ടറുകൾ സ്ഥിതി ചെയ്യുന്ന ചെറുതോണി, കുളമാവ് ഡാമുകൾക്ക് കല്ലും മണ്ണും പാറയും മരവും എല്ലാം പിടിതെറിഞ്ഞ് കുതിച്ചുവിടുന്ന ആ മഹാജലപ്രവാഹത്തിനെ അതിജീവിക്കാൻ കഴിയാതെ വന്നാൽ